Hi children, good morning. Are you ready? Okay, ready? Open Hindi textbook. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നു പഠിച്ചില്ലേ? ആരൊക്കെയാണ് വിനോദയാത്രയ്ക്ക് പോയിട്ടുള്ളത്? മേടക്, ചൂച്ച, ചൂഹ, ഇനിയോ ചീണ്ടി. ഇവർ 4 പേരുമാണ് യാത്ര പോയതല്ലേ? ഇവിടെ എത്തി യാത്ര പോയിട്ട് ഒരു നദിക്കരയിലെത്തി മേടക് എന്ത് ചെയ്തു? അതിലേക്ക് ഇവരെ നീന്താൻ വേണ്ടി ക്ഷണിക്കുകയാണ് ചെയ്തത് അല്ലേ? പിന്നെ അവരെ കളിയാക്കി ചിരിച്ചു. നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കളിയാക്കി ചിരിക്കുകയും ചെയ്തു അല്ലേ? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. റീഡ് ചെയ്യാൻ ഒരുപാട് പേര് നന്നായി റീഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ അതാത് ദിവസങ്ങളിൽ എടുക്കുന്നത് റീഡ് ചെയ്ത് പഠിക്കുക, വോയിസ് സെൻഡ് ചെയ്ത് തരിക. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. റെഡി? ഈ മിസ് റീഡ് ചെയ്യുക, ഫിംഗർ വെച്ചിട്ട് മിസ്സിൻ്റെ കൂടെ റീഡ് ചെയ്യുക. ഓക്കെ. ചൂച്ചെ ചൂഹെ और चींटी को बहुत बुरा लगा. उन्होंने कोई उपाय सोचने की कोशिश की. वे सोचते ही गए. फिर उन्होंने एक उपाय निकाला. चूचा एक पत्ता लेकर वापस आया. चूहा एक नारियल का छिलका और धागा ले आया. चींटी एक छड़ी ले आई. सब ने मिलकर 1 मिनट में ही सुंदर नाव तैयार की. उन्होंने उसे पानी में धकाया और उस पर चढ़ गया. अब चल पड़ी उनकी नाव. मेढक अपना सिर पानी में से निकाल कर फिर हंसने लगा. इतने में एक बड़ा सांप मेढक के पीछे भागा. बचाओ बचाओ, मेढक चिल्लाने लगा. आजा दोस्त आजा. सब मिलकर नाव मेढक की ओर लाए. നോക്കാം എന്താ സംഭവിക്കുന്നത്. ചൂച്ചെ ചൂഹെ ഓർ ചീണ്ടിക്കോ ബൗത്ത് ബുരാ ലഗ. എന്താണ്? അവരെ കളിയാക്കി, നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലേ? ആരാ കളിയാക്കിയത്? മേടക്. മേടക് എന്താണ്? പിന്നെ എന്താണ് നിങ്ങൾക്ക് പണി? ഫിർ തുമാരെ തോ യഹാ കോയി കാം നഹീ ഹേ എന്ന് പറഞ്ഞിട്ട് ഹംസനെ ലഗ മേടക്. ദെൻ ചൂച്ചെ ചൂഹെ ഓർ ചീണ്ടിക്കോ ബൗത്ത് ബുരാ ലഗ. അത് കേട്ടപ്പോൾ എന്തായി? ചൂച്ചെ ചൂഹെ ഹി ചീണ്ടിക്കോ ബൗത്ത് ബുരാ ലഗ. വളരെയധികം ദുഃഖം തോന്നി. ആർക്കൊക്കെ? ചൂച്ചെ ചൂഹെ ഓർ ചീണ്ടി, ഈ 3 പേർക്കും വളരെ സങ്കടം വന്നു. എന്താണ്? ഉനോനെ കോയി ഉപായ സോച്ചനേക്ക് കോശിഷ് കി. അവർ നീന്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ഉപായം ഉണ്ടാവോ എന്നെന്തായി? അവർ ചിന്തിക്കാൻ തുടങ്ങി. വേ സോച്ചിനെ ഗെയം വേ സോച്ചത്തെ ഹി ഗെയം. അവർ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. എന്തെങ്കിലും ഒരു ഉപായം, നദിയിലൂടെ നീന്തി കളിക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപായം കിട്ടുമോ, എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുമോ എന്ന് അവർ ചിന്തിച്ചു 3 പേരും കൂടെ. ഫിർ ഉനോനെ ഏക്ക് ഉപായ നിക്കല. പിന്നെ എന്തായി? ഒരു ഉപായം, ഒരു ഐഡിയ കിട്ടി. എന്താണ് ഐഡിയ എന്ന് നോക്കാം. चूचा एक पत्ता लेकर वापस आया. चूचा एक पत्ता लेकर, पत्ता मीन्स ലീഫ്, വാപ്പസ് ആയ. വേഗം പോയിട്ട് ചൂച്ച പോയിട്ട് എന്ത് കൊണ്ടുവന്നത്? एक पत्ता लेकर, ഒരു ഇല കൊണ്ടുവന്നു, ലീഫ് കൊണ്ടുവന്നു. ചൂഹ एक नारियल की छिलका और धागा ले आया. ചൂഹയോ റാറ്റ് എന്ത് ചെയ്തു? നാരിയൽ കാ ചിൽക്ക, കൊക്കനട്ടിൻ്റെ ഒരു ഷെല്ല് എടുത്തിട്ട് വന്നു. ഓർ ധാക്കാലേ ആയി, പിന്നെ അതുപോലെ കൊക്കനട്ടിൻ്റെ തന്നെ ത്രെഡും എടുത്തിട്ട് വന്നു. ചീണ്ടിയൊക്കെ ചെടിയിലേ ആയി. ചീണ്ടിയോ അപ്പോഴേക്ക് എന്ത് കൊണ്ടുവന്നു? ചെടി സ്റ്റിക്ക്, ഒരു സ്റ്റിക്ക് എടുത്തിട്ട് വന്നു. ചൂഹ എന്താ കൊണ്ടുവന്നത്? പത്ത. ചൂഹയോ? ചൂഹ നാരിയൽക്ക ചിലക്ക ധാക്ക. ചീണ്ടി ഏക്ക് ചെടി. അപ്പോയോ ചൂച്ച പത്ത കൊണ്ടുവന്നു. ചൂഹ നാരിയൽക്ക ചിലക്ക ഓർ ധാക്ക. ചീണ്ടി
എക് ചെടി. ഒരു 3 പേര് ഇത് കൊണ്ടുവന്നു. ഇത്രയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. സബ്നെ മിൽക്കർ ഏക് മിനിറ്റ് മേം ഹി സുന്ദർ നാവ് കി. പിന്നെ എന്ത് ചെയ്തു? സബ്നെ മിൽക്കർ 3 പേരും കൂടിയിട്ട് ഏക് മിനിറ്റ് മേം ഹി 1 മിനിറ്റ് കൊണ്ട് സുന്ദർ നാവ് തയ്യാറാക്കി. സുന്ദര മനോഹരമായിട്ടുള്ളൊരു ബോട്ട് തയ്യാറാക്കി. ഉനോംനെ ഉസെ പാനി മേം തക്കായ ഓർ ഉസ് പർ ചട് ഗയ. അതിന് അവർ പാനിയിലേക്ക് ഇറക്കുകയും ഉസ് പർ ചട് ഗയ അതിൽ കയറിയിരിക്കുകയും ചെയ്തു. അപ്പോൾ ചൽ പടി ഉൻകി നാവ്. അപ്പോൾ മുതൽ എന്തായി? അവർ നീന്താൻ പോവുകയും ചെയ്തു. പിക്ചർ കണ്ടില്ലേ നിങ്ങൾ? എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? നാരിയൽക്ക് ചിലക്ക, കൊക്കനട്ടിൻ്റെ ഒരു ഷെല്ല് ചിരട്ടയുണ്ട്, പിന്നെയോ ലീഫ് വെച്ചിട്ടുണ്ട്, പിന്നെയോ ത്രെഡ് വെച്ച് കെട്ടിയിട്ട് എന്തായി? ഒരു ബോട്ട് അവരുണ്ടാക്കി, നാവുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ കയറിയിട്ട് അവർ നീന്താൻ തുടങ്ങി. മേഡക് അപ്ന സിർ പാനി മേം സെ നിക്കാൽ കർ. അപ്പോഴാണ് മേഡക് ഇത് കാണുന്നത്. മേഡക് അവിടെ പാനിയിലാണ്, വാട്ടറിലാണ്. മേഡക് അപ്ന സിർ പാനി മേം സിർ നിക്കാൽ കർ. മേഡക് പാനി വെള്ളത്തിൽ നിന്ന് തല പൊക്കി ചോദിക്കുകയാണ്. ഫിർ ഹാംസിനെ ലഗ. അത് കണ്ടിട്ട് പിന്നെ ചിരിക്കാൻ തുടങ്ങി. ഇത്രയും ഏക് ബഡാ സാം. ഈ സമയത്ത് ഏക് ബഡാ സാംപ് മേഡയ്ക്ക് പീച്ചെ ഭാഗ. ഒരു വലിയൊരു സാമ്പ് മീൻസ് സ്നേക്ക്. സ്നേക്ക് എന്തായി? മേടയ്ക്ക് പീച്ചെ ഭാഗ. മേടയിൻ്റെ ബാക്കിൽ ഓടി വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ്? ഈ ഫ്രോഗിനെ പിടിക്കാൻ വേണ്ടി ആ വാട്ടറിൽ ഒരു സ്നേക്ക് മേടകിൻ്റെ പിന്നാലെ വരുന്നു. ബച്ചാവൂ ബച്ചാവൂ, ഹെൽപ്പ് മീ ഹെൽപ്പ് മീ, ബച്ചാവൂ ബച്ചാവൂ, ഹെൽപ്പ് മീ ഹെൽപ്പ് മീ. ആരെ പറയുന്നേ? മേടക് ചില്ലാനിലേക്കാ. മേടക് ഉച്ചത്തിൽ ഹെൽപ്പ് മീ എന്ന് ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. ആ ജാ ദോസ്ത്. അപ്പോൾ മേടകിൻ്റെ ദോസ്തായിട്ടുള്ള ചൂച്ച, ചൂഹ, ചീണ്ടി ഇവർ 3 പേരും വിളിച്ച് പറയുകയാണ്. ആ ജാ ദോസ്ത്, ഞങ്ങൾ വരുന്നുണ്ട്. ആ ജാ, ഞങ്ങൾ വരുന്നു. സബ് മിൽക്കർ നാവ് മേടയ്ക്ക് ഓർ ലായം. എല്ലാവരും കൂടിയാണ് എന്തായത്? മേടകിൻ്റെ നേരെ ആ ബോട്ട് തിരിച്ചു വിടുകയും ചെയ്തു. മനസ്സിലായില്ലേ? ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? മേടക് ഇവരെ കളിയാക്കി. അപ്പോൾ ഇവരൊരു ഐഡിയ തോന്നിയിട്ട് എന്ത് ചെയ്തു? ഒരു ബോട്ടുണ്ടാക്കി വെള്ളത്തിലേക്ക് വാട്ടറിൽ പോവുകയും ചെയ്തു. അപ്പോഴാണ് എന്ത്? മേടകിൻ്റെ പിറകെ ഒരു സ്നേക്ക്, ഫ്രോഗിൻ്റെ കൂടെ എന്തായാലും സ്നേക്ക് ഫ്രോഗിനെ പിടിക്കാൻ വന്നത്. അപ്പോൾ എന്താണ്? ഈ കൂട്ടുകാരാണ് രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും നന്നായി റീഡ് ചെയ്ത് പഠിക്കുക കേട്ടില്ലേ? ഇതിലെ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് എനിക്ക് റീഡ് ചെയ്ത് വോയിസ് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ. ഇതിൽ പേജ് നമ്പർ നോക്കൂ, കുറച്ച് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. 61 നോക്കൂ. ചൂസ, ചൂഹ 61 എടുക്കൂ. ഇതിലിവിടെ ബോക്സിൽ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. കോൻ ക്യാ ലായ. ആരെല്ലാം എന്തെല്ലാമാണ് കൊണ്ടുവന്നത്? ഇവിടെ ഒരു ബോക്സിൽ ഇങ്ങനെ കൊടുത്തിട്ടില്ലേ? ചോച്ച, ചൂഹ, ചീണ്ടി. ചൂച്ച, ചൂഹ, ചീണ്ടി ഇവരൊക്കെ എന്തെല്ലാമാണ് എടുത്തു വന്നിട്ട് ആ ബോട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ചൂച്ച എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? പറയൂ ഓൾ ഓഫ് യു. ചൂച്ച പത്ത. യെസ്, വെരി ഗുഡ്. ചൂച്ച എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? പത്ത എടുത്തിട്ട് വന്നു. ചൂഹയോ? ചൂഹ നാരിയൽക്ക, നാരിയൽക്ക, ചിലക്ക, ധാക. ചിലക്കയും കൊണ്ടുവന്നു. ധാക. ചൂഹ, നാരിയൽക്ക, ചിലക്ക, ധാക ത്രെഡും ആ ഷെല്ലും എടുത്തിട്ട് വന്നു. ചീണ്ടിയോ? ചടി. ചീണ്ടി എന്താ വന്നിട്ടുള്ളത്? ചടി. ചടി സ്റ്റിക്ക്. ചടി സ്റ്റിക്ക്. സ്റ്റിക്ക് എടുത്തിട്ട് വന്നു. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യൂ. ചൂച്ച, പത്ത, ചൂഹ, നാരിയൽക്ക, ചിലക്ക, ധാക, ചീണ്ടി, ചെടി. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
ഫസ്റ്റ് ടെസ്റ്റിൽ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് 1 ടൈംസ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. കോൺ ക്യാ എന്ന ഹെഡിങ് എഴുതണേ. കോൺ ക്യാ ലായ എന്ന ഹെഡിങ് എഴുതിയിട്ട് വേണം നോട്ടിലൊക്കെ എഴുതാൻ. ഓക്കെ. ഓവർ. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ നെക്സ്റ്റ് പേജ് ഓപ്പൺ ചെയ്യൂ. 62 അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ബതായേ മേഡകോ ക്യാ ഹുവാ ഹോഗ. എന്താണ് മേഡകിന് സംഭവിച്ചിട്ടുണ്ടാവുക പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു നോക്കിക്കേ എന്താണ് സംഭവിച്ചിട്ടുള്ളത്. മേഡകിൻ്റെ ബാക്കിൽ എന്തായി സ്നേക്ക് വന്നു പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? രക്ഷിക്കൂ, ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ദോസ്ത് വന്നു, കൂട്ടുകാരെല്ലാവരും വന്നിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? അവരുടെ കൂടെ ആ ബോട്ടിലേക്ക് കയറിയിട്ടുണ്ടാവും അല്ലേ? ഓവർ. ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ എഴുതി പഠിക്കണം. നെക്സ്റ്റ് ഓപ്പൺ നോട്ട്ബുക്ക് ഡിക്റ്റേഷൻ വേർഡ്സ്. ഡിക്റ്റേഷൻ വേർഡ്സ് നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡിക്റ്റേഷൻ വേർഡ്സ് പഠിച്ച് ഡിക്റ്റേഷൻ കണ്ടക്ട് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണേ. ഫസ്റ്റ് വേർഡ് നാവ്. നാവ് മീൻസ് ബോട്ട്. നാവ് ബോട്ട്. 1 ടൈംസ് ഓവർ ചെയ്യുക. ക്ലാസ് ഓവർ ചെയ്തതിന് ശേഷം ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. നാവ് ബോട്ട്. പത്ത ലീഫ്. പത്ത ലീഫ്. ചിൽക്ക ഷെൽ. നാരിയൽ കോക്കനട്ട്. നാരിയൽ കോക്കനട്ട്. छड़ी स्टिक. स्टिक. छड़ी स्टिक. डिक्टेशन वर्ड्स नाव, बोट, पत्ता, लीफ, चिलका, शेल, नारियल, कोकोनट, छड़ी, स्टिक. ओवर. ഓക്കെ. ഓവർ ചെയ്തില്ലേ ഡിക്റ്റേഷൻ വേർഡ്സ്? അപ്പോൾ അത് നോട്ട്ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യുക. നോട്ട്സ് ഫുള്ളായിട്ട് നല്ലോണം കംപ്ലീറ്റ് വൃത്തിയായിട്ട് നീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മാർക്കുണ്ട്. നോട്ട്ബുക്ക് നീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് തരുന്നത്, കൃത്യമായിട്ട് സെൻഡ് ചെയ്ത് തരുന്നതിനൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രസ് കാർഡിൽ മാർക്ക് എൻ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക. റീഡ് ചെയ്തിട്ട് വോയിസ് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. നന്നായിട്ട് പഠിക്കുക. ഡിക്റ്റേഷൻ വേർഡ്സ് ഡിക്റ്റേഷൻ കണ്ടക്ട് ചെയ്യുക, സെൻഡ് ചെയ്ത് തരാം. Okay, thank you. See you next class.